ഒക്കൽ പഞ്ചായത്തിനെ ഇനി DN മിഥുൻ നയിക്കും. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മിഥുന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി 16-ാം വാർഡ് മെമ്പറായ TN മിഥുനെ തെരഞ്ഞെടുത്തു. പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ വരണാധികാരിയുടെ സാന്നിധ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി മിഥുനെ പൊന്നാടി അണിയിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ ആശംസകൾ നേർന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാപരമായ മുൻ തീരുമാനമനുസരിച്ച് ഒക്കൽ പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി ശ്രീ TN മിഥുൻ സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ്. വരുന്ന ഒരു വർഷക്കാലം ഏറ്റവും മികച്ച രീതിയിലുള്ള ഭരണം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്വാഭാവികമായും സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ മാറി വന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ ഭരണസമിതിയിൽ പ്രിയപ്പെട്ട മനോജ് തോട്ടപ്പള്ളി, ശ്രീ KM ഷിയാസ് ഇവരൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. തുടർന്ന് മിഥുനും അതുപോലെ തന്നെ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ കഴിയും. ഒക്കൽ പഞ്ചായത്തിൻ്റെ പുതിയ ഈ ഭരണ സാരഥ്യത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി പാർട്ടിയുടെ ധാരണ പ്രകാരം ഇന്ന് മിഥുൻ ചുമതലയേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിനെ മികച്ച രീതിയിൽ നയിക്കാൻ മനോജിനും ഷിയാസിനും സാധിച്ചു. അവരോടൊപ്പം ഭരണസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് മിഥുൻ. ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടത്തിൽ ഒക്കൽ പഞ്ചായത്തിനെ ഏറ്റവും മികച്ച രീതിയിൽ നയിക്കാനുള്ള എല്ലാ കഴിവും മിഥുനുണ്ട്. അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനയും അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നേരുന്നു. തുടർന്ന് നിരവധി പേർ ബൊക്ക നൽകിയും പൊന്നാടി അണിയിച്ചും സന്തോഷം പങ്കിട്ടു. കേക്ക് കട്ട് ചെയ്ത് മധുരവും പങ്കുവച്ചു. വൈസ് പ്രസിഡന്റ് മിനി സാജൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM ഷിയാസ്, മനോജ് തോട്ടപ്പള്ളി, മുൻ വൈസ് പ്രസിഡന്റ് PK സിന്ധു ടീച്ചർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാധവൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ES അനിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോണി, വാർഡ് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ ആശംസകൾ അറിയിക്കുവാനെത്തി. മുൻ ഭരണസമിതി തുടങ്ങിവെച്ച പല പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുവാനുണ്ടെന്നും അതിനുവേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് TN മിഥുൻ അറിയിച്ചു. 2020-25 കാലഘട്ടത്തിലെ ഭരണസമിതി ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നുമുണ്ട്. നമ്മൾ ബഡ്സ് സ്കൂളിന് സ്ഥലം കണ്ടെത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ ഹെൽത്ത് സെൻ്ററിന്, തോട്ടുവ ഹെൽത്ത് സബ് സെൻ്ററിന് സ്ഥലം കണ്ടെത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പകൽ വീട് നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഒക്കൽ ഗവൺമെൻറ് LP സ്കൂളിന് ബഹുമാനപ്പെട്ട MLA 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ കളിസ്ഥലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കുന്നേക്കാട്ട് മലയിൽ ഫണ്ട് അനുവദിച്ച് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഒത്തിരി വികസന പ്രവർത്തനം തുടങ്ങി വച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ച പൂർത്തീകരിക്കുവാനുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇവിടെ പഞ്ചായത്തിൻ്റെ വക ഭൂമികൾ സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിട്ടുണ്ട്. അതിനെ പൊളിച്ചിട്ടുണ്ട് നിലവിൽ കുറച്ച് സ്ഥലങ്ങളിൽ. അതുപോലെ ഇനി തുടർച്ചയായിട്ട് പൊളിക്കാൻ മിക്കവാറും സ്ഥലങ്ങളിൽ കയ്യേറ്റം വാർഡുകളിലുണ്ട്. അതിൻ്റെ കാര്യങ്ങളുമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തുടർന്നും നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.